ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ജിത്തു ആൻഡ് മീനു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കമുഞ്ചേരി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. ഒരു എറർ കാരണം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ അനിയന്മാരെല്ലാം കൂടി നടന്നാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളും വീഡിയോയിൽ കാണാം. നീ തന്നെ ആ ക്യാമറ നോക്കി ഈസി തിരികെ മാത്രമുള്ള അടക്കറ്റി തോന്നുന്നു അല്ലയോ? ഒന്നും സൈഡ് എടുക്കാൻ നല്ല കാരണം എനിക്ക് അയച്ചിട്ട് അതൊന്നും ചോദിക്കാൻ പറ്റും. ഇത്ര നേരം വീഡിയോ ഓണാക്കിയത് ഇല്ലല്ലോ. ഇതെൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് അമ്മയുടെ വീട്ടിൽ നമ്മൾ ഉത്സവത്തിന് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുട്ടിപ്പട്ടാളമെല്ലാം ബാക്കിലാണ് കേട്ടോ വരുന്നത്. പക്ഷേ അമ്മയും അമ്മയുടെ അനിയത്തിയെയും അമ്മയുടെ അച്ഛനും എല്ലാവരും നേരത്തെ അമ്പലത്തിൽ പോയതാണ്. പക്ഷേ നമ്മളെക്കാളും അവരേറ്റവും ബാക്കിലായി, നമ്മളേറ്റവും മുൻപിലും ആയി കേട്ടോ. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കമോഞ്ചേരി കേട്ടോ, പത്തനാപുരമാണ് സ്ഥലം. നമ്മുടെ അനുശ്രീ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഈ 3 എണ്ണത്തിനും കൂടെ ഒരേ ഒരു പെങ്ങളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ട് എൻ്റെ വിരളെ തൂങ്ങി നടന്നവന്മാരിപ്പോൾ ഒറ്റയ്ക്കൊക്കെ നടന്നങ്ങ് പോവുകയാണ്. അങ്ങോട്ടൊക്കെ പോയി നടന്ന് താഴെ ഇല്ലയോ സാധനങ്ങളൊക്കെ വച്ചേക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ അമ്പലത്തിലോട്ട് വന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ താഴെയൊക്കെ പോയി ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇത് സ്ഥലം പത്തനാപുരമാണ് കേട്ടോ. പത്തനാപുരം കമോഞ്ചേരിയാണ് സ്ഥലം. പവിത്രമായ സ്ഥിരസന്നിധിയിലേക്ക് എടുപ്പുകാളകളും ഡിജിറ്റൽ ഫോട്ടോകളും ഉത്തുക്കുടകൾ കാലിപ്പുലിയും ദീപാലികമാ പഞ്ചവാദ്യം ശിങ്കാരിമേളം പഞ്ചാരിമേളം ചണ്ടമേളം പൂക്കാവടി നീലക്കാവടി ഭൂതത്താന്തറയിൽ നിന്നും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിച്ചാനയിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. കമുഞ്ചേരി തിരുവിളങ്ങോടപ്പൻ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള ഗംഭീര കെട്ടുകാഴ്ച ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഭൂതത്താന്തറയിൽ ആദ്യമായി എത്തിച്ചേരുന്ന കെട്ടുകാഴ്ച തിരുവിളങ്ങോനപ്പന്റെ തിരുസന്നിധിയിൽ കാനയിക്കുന്നു. അതോടുകൂടി ഈ വർഷത്തെ ആയില്യം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കെട്ടുകാഴ്ച ഇവിടെ വളയൊക്കെ ഉണ്ട്. ഗ്രൗണ്ടിലേക്ക് ആനയിക്കപ്പെടുന്നതാണ്. കമ്മിറ്റികളുടെയും വോളണ്ടിയേഴ്സിന്റെയും നിയമപാലകരുടെയും നിർദ്ദേശങ്ങൾ ക്രമം പാലിച്ച് നമ്മുടെ ദേശീയോത്സവമായ ഉത്സവഘോഷയാത്രയും കെട്ടുകാഴ്ചയും വിജയിപ്പിക്കുന്നതിന് എല്ലാ കെട്ടുകാഴ്ച കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ ഈ വർഷത്തെ ആയില്യം തിരുനാൾ
ഗംഭീരമായി വിജയിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യം കടമയായതിനാൽ അത് വിജയിപ്പിക്കുന്നത് എല്ലാ കെട്ടുകാഴ്ച സംഘാടക സമിതികളുടെയും അതോടൊപ്പം ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കെട്ടുകാഴ്ചകളിൽ ആനന്ദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും നാനാദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ കോകഞ്ചേരി തിരുവനന്തപുരത്തിന്റെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിൽ തിക്കും തിരക്കും കൂടാതെ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ ഭക്തജനങ്ങളും സ്വയം നിയന്ത്രിക്കണമെന്ന് അറിയിക്കുകയാണ്. എവിടെ പോവാ? എന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെയും മുത്തക്കുടകളുടെയും താലപ്പള്ളിയുടെയും ഉടമ്പടിയിൽ പുറത്താൻ നടയിലേക്ക് എത്തുകയാണ്. ഭഗവാൻ സ്വീകരിക്കുന്നതിനായി അതോടുകൂടി ആൾക്കാരൊക്കെ അങ്ങനെ അതിഗംഭീരമായ പരമ്പരയുള്ള യാത്ര എന്തുകൊണ്ടും അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും കുറച്ച് കറങ്ങിയതല്ലേ, ദാഹം തീർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 4 ഫ്ലേവേഴ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മേടിച്ചില്ല, ഞാൻ ഇവരുടെ 4 പേരുടെ കയ്യിൽ നിന്നും കുറേശ്ശെ ഊറ്റി കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പാദാരബിംബങ്ങളിൽ അതിമനോ. അപ്പോൾ നമ്മൾ കുലുക്കി സർബത്തൊക്കെ കുടിച്ച് കുറച്ച് നടന്നപ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് പാനിപ്പൂരിയുടെ കട ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച എന്നാൽ പിന്നെ പാനിപ്പൂരി വാങ്ങി കഴിക്കാം. നമ്മളെല്ലാവരും കൂടി ഒരു പ്ലേറ്റ് പാനിപ്പൂരി മേടിച്ചിട്ടോ. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് പാനിപ്പൂരി കഴിക്കണത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം അനിയന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഈ പൂരിക്കകത്തേക്ക് ഈ എന്തിൻ്റെ വെള്ളമൊന്നും എനിക്കറിയില്ല, അത് ഒഴിച്ചിട്ട് വായിലിട്ട് ചവച്ച് കഴിക്കണമെന്ന്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ ഇപ്പോഴും അതിൻ്റെ ഒരു രുചി ഇങ്ങനെ വായിലുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു പ്ലേറ്റ് മേടിച്ചുള്ളൂ. പിന്നെ എന്തെങ്കിലും എനിക്കിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ മൊത്തം പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ വാങ്ങി തരത്തില്ല പുറത്തുനിന്നൊന്നും. അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ചെണ്ടമേളമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ. ഈ ചെണ്ടയുടെ കീഴിൽ ചെന്ന് കയറി കൊടുത്ത് ആ ചെണ്ട പൊട്ടുന്ന ചേട്ടൻ കൊട്ടിയതെൻ്റെ കൈക്കിട്ടാണ്. നന്നായിട്ട് വേദനിച്ചു കേട്ടോ. എനിക്ക് നല്ലപോലെ വേദനിച്ചു, നല്ല നീരുണ്ടായിരുന്നു.
പക്ഷെ അതൊന്നും വക വെക്കാതെ ഞാൻ വീഡിയോസ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കേട്ടോ. നമ്മൾ തിരിച്ച് നടന്ന് പോവാണ്. എല്ലാവർക്കും ജോലി ഉണ്ടായിട്ട് കുഴപ്പമില്ല. എല്ലാവർക്കും ജോലി ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും പോകണം എന്നുള്ള. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഘോഷയാത്ര ഒന്നും കാണാൻ പറ്റില്ല, നല്ല ലേറ്റ്. ഘോഷയാത്ര ഒന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വിജനമായ സ്ഥലത്ത് കൂടി രാത്രിയിൽ. അല്ല മറ്റേ വേറെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലേ ഇതേപോലെയൊക്കെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ട് വെള്ള സാധനം ഓടി പോകുന്നത് പേടിപ്പിക്കാനുള്ള. ഇപ്പം നമുക്ക് നമ്മളെ കണ്ടിട്ട് തന്നെ പ്രേതങ്ങളെ പോലെ ഉണ്ട്, കാണാൻ പോലും പറ്റണില്ല. നമ്മൾ വീടെത്താറായിട്ടോ. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളു, ബാക്കി എല്ലാവരും നേരത്തെ വീട്ടിൽ പോയി. പിന്നെ നമ്മൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവർക്കും കോളേജിലും സ്കൂളിലും ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് ഈ വട്ടത്തെ ഉത്സവം നല്ല ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ തിരിച്ചു വന്ന് ഒട്ട വയ്യ, ഇനി കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, വയ്യ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടാറ്റ.